മംഗളമാവണം. മംഗളം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാവണം. നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഭാവിയാണ്. കഴിഞ്ഞതൊന്നും ചിന്തിച്ച് ചെയ്തുകൊണ്ട് വരാൻ പോകുന്നത് നന്നായിക്കൊള്ളുന്നില്ല. വരാൻ പോണത് ചിന്തിക്കണം. അപ്പോഴാണ് അത് നന്നാവും. ഒരു കിണർ കുഴിച്ചു വെള്ളം കിട്ടിയില്ല, ഇനി അടുത്ത കിണർ കുഴിച്ചാലും വെള്ളം കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന വെള്ളം കിട്ടും എന്ന വിശ്വാസത്തിൽ നമ്മൾ കുഴിക്കും. അല്ലേ, 4 എണ്ണം കുഴിച്ചു, ഇതുവരെ കിട്ടിയില്ല, ഇനി 5-ാമത്തേലും കിട്ടില്ല എന്ന് വിചാരിച്ച് കുഴിച്ചാൽ 5-ാമത്തേൽ കൊള്ളില്ല. അപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷ. നമ്മുടെയൊക്കെ ജീവിതം പ്രതീക്ഷയാണ്. നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതൊക്കെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. സത്യത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളൂ, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ജീവിതം. അല്ലേ, കഴിഞ്ഞു പോയത് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയി. ഇനി അതൊന്നും നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. ഇന്നലെ നടന്ന അനുഭവങ്ങളൊക്കെ ഇന്ന് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് പുതിയ പുതിയ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പൊ ഏതൊരവസ്ഥയിലെയും അതിജീവിക്കാൻ വേണ്ടതായ മനപ്പക്വം നമുക്ക് വേണമെന്നറിയാം. എന്ത് വന്നാലും അതിനൊക്കെ അതിജീവിക്കണം. അങ്ങനത്തെ ഒരു മനസ്സായിരിക്കണം നമ്മളുടെ. മനസ്സുകൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. ഈ ശരീരം കൊണ്ടോ ഈ ശരീരത്തിലുള്ള ഊർജം കൊണ്ടൊന്നും നമുക്ക് ഈ ലോകത്തിന് ജയിച്ച് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എത്രമാത്രം ശക്തിയുണ്ട്. ഒരു ചെറിയ റുമ്പ് കടിച്ചാൽ പോലും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലേക്ക്. അല്ലേ, അപ്പൊ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു ദിവസം നമുക്ക് നേരത്തിന് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ഷീണം അനുഭവപ്പെടും. അല്ലേ, ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം അനുഭവപ്പെടും. ദാഹിക്കുന്ന വെള്ളം നേരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തളരും. അപ്പോൾ നോക്കൂ, നമ്മളുടെയൊക്കെ കപ്പാസിറ്റി അത്രയുള്ളൂ ശാരീരികമായിട്ട്. പക്ഷെ മാനസികമായിട്ട് നമ്മുടെ കപ്പാസിറ്റി ഒരുപാട് ഉയരത്തിലാണ്. അതാണ് മലകളൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കയറും, എന്നാൽ മാത്രമേ മല കയറാൻ പറ്റൂ. അതിപ്പോൾ 75 വയസ്സായിക്കോട്ടെ, നമ്മുടെ മനസ്സ് തോന്നുകയാണ് എന്നെക്കൊണ്ട് ശബരിമല കയറാൻ സാധിക്കും. 7 വയസ്സായ കുട്ടി കയറുന്നതിനെക്കാട്ടിലും വേഗത്തിൽ 75 വയസ്സായ മുത്തശ്ശന്മാർ കയറി പോകാറുണ്ട് ശബരിമലയിലേക്ക്. അത് മനസ്സാണ്. മനസ്സിൽ നമ്മളൊന്ന് സങ്കല്പിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാനുള്ള വഴി കാണിച്ചു. അതാണ് നമ്മുടെ മനസ്സെപ്പോഴും